നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉം. ഗുഡ് മോർണിംഗ് ഓൾ. ഉം. കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് പുതിയ വെബ്സൈറ്റുകൾ നോക്കാം, അല്ലെങ്കിൽ പുതിയ ടൂള് പരിചയപ്പെടാം. സ്ക്രീൻ ഷെയർ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു? നോക്കുന്നുണ്ട്. ഈ സൈറ്റിന്റെ പേര് gravitywrite.com ആണ്. ഒരു മൾട്ടിപർപ്പസ് സൈറ്റ് ആണ്, അല്ലെങ്കിൽ ടൂളാണ്. ഇവിടെ കാണാൻ കഴിയും ഇന്റർഫേസിൽ. ഇത് ഓരോ പർപ്പസിന് ആവശ്യമുള്ള യൂട്യൂബ് ടൂൾസ് മേടിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടൂൾ. ആളിന് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറയൂ. വീഡിയോ എങ്ങനെ സാറേ? വെൽനസ്. അതിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതുണ്ട്. അതുകൊണ്ട് ഒട്ടനവധി യൂസേജ് ഉണ്ട്. ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ കോഴ്സ് ക്രിയേറ്റർ, ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂള് മതി. കോഴ്സിന്റെ ഓവർവ്യൂ ആണ് ചെയ്യാം. മൊഡ്യൂൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ ടൂൾ, ഓൾ ഇൻ വൺ സോഷ്യൽ മീഡിയ പോസ്റ്റ്. എല്ലാത്തിലേയും കൂടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയുള്ള എല്ലാത്തിലേയും കൂടെ ഒരുമിച്ച് ഒറ്റ ഇതിൽ നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു കണ്ടന്റ് പറയുമോ? എന്തിനെ കുറിച്ചാണ് പോസ്റ്റ് തയ്യാറാക്കേണ്ടത്? സേഫ്റ്റി. കേട്ടില്ല. സേഫ്റ്റി. സേഫ്റ്റി. ഫേസ്ബുക്കിന് വേണ്ടി, ട്വിറ്ററിന് വേണ്ടി, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി, പിൻട്രസ്റ്റ്, ലിങ്ക്ഡ്ഇൻ, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, എല്ലാത്തിലും കൂടെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് പോസ്റ്റുകൾ റെഡി. ഇനി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാം. ചിലർ പറയാം എനിക്ക് ഒരു ഐഡിയ ഇല്ല.
ഐഡിയ ജനറേറ്റർ. ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയം കൊടുത്തു കഴിഞ്ഞാൽ, ടെക്നോളജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഏത് ഇത് വേണമെങ്കിലും നമുക്ക് റീപ്ലാൻ ചെയ്ത് കഴിയും. പറഞ്ഞു ഞാൻ നോക്കില്ല. $100 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈനറി വേഴ്സ് വരെ ഉപയോഗിക്കും. അപ്പൊ ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതേപോലെ തന്നെ പിന്നെ ഡിസൈനേഴ്സും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സൈറ്റ്. അതിൻ്റെ ഇത് കണ്ടാൽ അറിയാം. SEO ടൂളുണ്ട്, യൂട്യൂബ് ടൂളുണ്ട്, ഇമേജ് പ്രോംപ്റ്റ് ഉണ്ട്. ഇമേജ് പ്രോംപ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ലോഗോ ഡിസൈൻ ഉണ്ടാവും. ലോഗോ ഡിസൈൻ AI ആർട്ട്. അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കണം. നമുക്ക് പ്രോംപ്റ്റ് തയ്യാറാക്കാൻ അറിയില്ല. പ്രോംപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രോംപ്റ്റിങ്. അപ്പൊ അത് നമുക്ക് തയ്യാറാക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് റെഡിയാക്കി തരുന്നു. ഏത് ക്യാരക്ടർ വേണം എന്നുള്ളത്, മെയിൽ ഫീമെയിൽ, വയസ്സ് കൊടുക്കാം, ഏതെങ്കിലും രാജ്യത്തിന് പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് പറയാം. കളർ തയ്യാറ് കൊടുക്കും. ഏതൊരു ഡ്രസ്സാണെന്ന് കൊടുക്കാം. ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് വേണോ ഫോട്ടോ എന്നുള്ളത് അത് കൊടുക്കും. സൺസെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ വരും. കഴിഞ്ഞു പെയ്ഡ് വെർഷനില്ല. ഇങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു, അതുകൊണ്ടാണ്
എഡ്യൂക്കേഷൻ ടൂൾസ് ഉണ്ട്, കൺസെപ്റ്റ് സിംപ്ലിഫയർ, സയന്റിഫിക് റിപ്പോർട്ട്, എന്ന് വേണ്ട സെയിൽസിന്റെ ടൂൾസ് ഉണ്ട്, സെയിൽസിന്റെ പ്രോസസ്, കോൾ സ്ക്രിപ്റ്റ് ജനറേറ്റർ ഉണ്ട്. ഇതൊരെണ്ണം മതി സെയിൽസ് പിച്ച് ചെയ്യാൻ. കോൾ സ്ക്രിപ്റ്റ് ജനറേറ്റർ നമ്മൾ ഏത് മേഖലയിലാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഫിലിം മേക്കിംഗ് ടൂൾ, ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റർ, ഇമേജ് ജനറേറ്റർ, മൂവി ഇത് സംഗീതം, മ്യൂസിക് ചെയ്യാം. ഇത് വേണ്ട അത്യാവശ്യം വേണ്ടതല്ല അതിനകത്തും. വീഡിയോ മേക്കിംഗ് സ്ക്രിപ്റ്റ്, അങ്ങനെയുണ്ട്. അത്യാവശ്യം വേണ്ടതല്ല. ഇത് ഒരു പ്രാവശ്യം എടുക്കുമ്പോഴേക്കും തന്നെ ഫ്രീ കഴിയുമോ? ഒരു പ്രാവശ്യം നോക്കുമ്പോഴേക്കും? അത് ആ വേർഡ്സിനാണ്. അപ്പൊ ഞാനതൊന്ന് കറക്റ്റ് നോക്കിയില്ല. കുറച്ച് വേർഡ് കഴിയുമ്പോഴത്തേക്ക് കഴിയുന്നുണ്ട്. പെയ്ഡ് പ്ലാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇന്നലെ ട്രയൽ ചെയ്ത് നോക്കി തന്നെ അത് കഴിഞ്ഞു. കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെയുള്ള ഡിസൈൻ വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പൊ കണ്ടില്ല, ഫിലിം ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ $9 കണ്ടല്ലേ കാണിക്കുന്നത്. ഇതൊക്കെ പിന്നെ ആരും യൂസ് ചെയ്തിട്ടില്ലല്ലോ ഗ്രാവിറ്റി റൈറ്റ്. ഇത് മറ്റൊരു സൈറ്റാണ്. ഇത് നമ്മള് ChatGPT ഒരു എന്താ പറയാ എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കസ്റ്റം GPT എന്നൊക്കെ പറയും. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ GPT മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡലാണ്. ഇതിനകത്ത് നമുക്ക് GPT 4.0 കിട്ടും. 40 അല്ല, അത് 4.0 എങ്ങനെ അടിക്കേണ്ടപ്പോ? അങ്ങനെ വന്നിരിക്കുന്നത് അവര് അങ്ങനെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. GPT 4.0. അതെ, 4.0 .NET. അതങ്ങനെ ഒരു സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നു. പക്ഷെ അത് GPT 4.0 ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് GPT 4.0 ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, ആൻസറും കിട്ടും. ഒരു നമുക്ക് എന്തിനെ കുറിച്ചാണ് അറിയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും. ഏതെങ്കിലും ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറയാമോ നമുക്ക് അറിയേണ്ട? സ്മോക്കിംഗ് കൊടുത്തു. സ്മോക്കിംഗ് പക്ഷെ സിംഗിൾ വേർഡ് അല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുള്ളവരാരും ഇറങ്ങുന്നില്ല. ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഇന്നലെ നമ്മുടെ എന്താ പറയുക, അറ്റൻഡൻസിന് വളരെ ശുഷ്കമാണ്. എന്നാലും വളരെ അത് കുഴപ്പമില്ല. എത്ര പേരുണ്ട്? 10 പേരേ ഉള്ളൂ. അത് കുഴപ്പമില്ല. രാവിലത്തെ ടൈമല്ലേ. ഇന്നലെ നമ്മുടെ രഞ്ജിത് സാറോട് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ അത് തന്നെ കൊടുത്തു നോക്കാം. Fundamental rights.
ലീവ് ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ 5 ക്വസ്റ്റ്യൻ ചോദിക്കും. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വരുന്നു. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോ നമ്മള് GST-യില് നമ്മൾ ആ പെർസെന്റേജിനെ എന്താ നമ്മൾ പറയണത് സർ? പ്രവാസ് 5% മുതൽ 28% വരെ വാങ്ങുന്നത് അതിനെന്താ പറയുന്നത്? റേറ്റ് അല്ല, റേറ്റ് ഓഫ് ടാക്സ്. റേറ്റ് ഓഫ് ടാക്സ്. റേറ്റ് ഓഫ് ടാക്സ്. ഇമ്പോർട്ട് ടാക്സ് ക്രെഡിറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇതും വരുന്നുണ്ട്. അതെ. ഇന്ത്യ കൊടുക്കേണ്ടി വരില്ലേ സ്പെസിഫിക് വരണമെങ്കിൽ? അത് സ്പെസിഫിക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനില് ഇന്ത്യ കൊടുത്തില്ല, ഇന്ത്യയുടെ മാത്രം മതി. അപ്പൊ ഇന്ത്യയുടെ ആണ് ആദ്യം വന്നിരിക്കുന്നത്. അല്ല, ഇന്ത്യ തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ കേസ് വരുന്നത്. അല്ല, ഇന്ത്യ തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ കേസ് വരുന്നത്. ഇതിലൊരു ക്വസ്റ്റ്യൻ പറയും. സൈറ്റ് കിട്ടി GPT 40.net.
അല്ല ഇത് ഫുൾ ഫ്രീ ആണോ അതോ കുറച്ച് നേരത്തേക്ക് അല്ലല്ല മാത്രമോ? നമുക്ക് ഫ്രീ ഇല്ല 5 അവിടെ ഉണ്ട്. ഒരു ദിവസം 5 ക്വസ്റ്റ്യൻ ഫ്രീ ആണ് കിട്ടും. ഉം. ഏ, 4.9 എടുക്കണമെങ്കിൽ ഇതിന് എത്ര? $4.99. അതെ അതെ അതായത് $5 ഇതുവരെ കണ്ടതില് ഒരു ചെറിയൊരു പ്രൈസ് കുറവുണ്ട് അല്ലേ? കുറവ്. കുറവുണ്ട്. ബാക്കിയെല്ലാം $10 ആയിരുന്നു. 20 ഒക്കെ വരും. $10 $20 അല്ലേ? ഉം. അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസും വേക്കൻസി പക്ഷെ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ 5 ക്വസ്റ്റ്യനെ വിനോദ് സാറേ ഇന്നലെ നിങ്ങൾ മറ്റൊരു ഗ്രൂപ്പിലില്ലേ AI എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പില്ലേ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന ഓ ഓ ഒരു താജ്മഹലിന്റെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തണ്ടില്ലായിരുന്നോ? ഇന്നലെ മുഴുവൻ കയറി. ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഉറക്കം അതിന്റെ ഇതെല്ലാം മുഴുവൻ കേറിയിട്ടില്ലേ. ഒരുപാട് ആ, ഒരുപാട് താജ്മഹലിന്റെ ഒരു വീഡിയോ കിടിലം വീഡിയോ എങ്ങനെയാണ് അതായത് ഒരു ഇമേജിനെ എങ്ങനെയാണ് ഒരു വീഡിയോ ആക്കി നമ്മള് പഴയ കാലത്ത് ഇമേജ് വീഡിയോ ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മിഡ്ജേണി പോലും മിഡ്ജേണി അല്ല ലീനയുടെ പോലും ഇപ്പൊ നല്ലപോലെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഇമേജസ് കിട്ടുന്നുണ്ട്. ലീനാഡോ AI. വിനോദ് സാറേ ഞാൻ ഇന്നലെ കണ്ടൊന്ന് ഷെയർ ചെയ്യട്ടോ ഒരു ഇമേജ് ഇതാക്കിയതാണ്. അത് ഏതാന്ന് ഒന്ന് പറഞ്ഞു തന്നെ. എനിക്ക് ഇന്നലെ നോക്കാൻ കേൾപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്കാകുമ്പോ ഇത് മനസ്സിലാവും. നോക്കാം ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരട്ടെ ഞാന് ഒരു സാധനം. ആ തന്നെ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ എവിടെ ചെയ്യാം? ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ ഇത്? വേണ്ട. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. ഇത് ഏതാന്ന് ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. എനിക്കത് നമ്മൾ ഇതിൽ അത്ര ഒരു നിങ്ങൾ കണ്ടില്ലേ ഇൻഫർമേഷന്റെ ഒരു സാഗരം തന്നെയാണ്. ഒരു രക്ഷയില്ല. ആ ഒരു ഒപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെ കറക്റ്റ്. എനിക്ക് ഗ്രൂപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോഴേ കാണുന്നുണ്ടോ സാറേ? കാണുന്നുണ്ട്. യെസ് അത് ഞാൻ നോക്കി ഇതൊരു ഇമേജ് കൊണ്ട് ഉണ്ടാക്കിയ സാധനം അത്. അതെ അത് മിഡ്ജേണി ആണെന്ന് എനിക്ക് തോന്നുന്നു. മിഡ്ജേണി ആണോ എന്ന് സംശയം. ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ഇമേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതെ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഒരുപാട് ടൂൾസ് ഉണ്ട് അതിന്. ഇമേജിന് വീഡിയോ ആകുന്ന ടൂൾസ് ഒരുപാടുണ്ട്. വളരെ സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്. മിഡ്ജേണി ആണോ അല്ലേ? മിഡ്ജേണിയിലാണെന്ന് തോന്നുന്നു അതിന്റെ പിക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു തോന്നുന്നു. അതാണ് തോന്നുന്നുണ്ട്. എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ കാരണം അത്രയും സ്റ്റണ്ണിങ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് മിഡ്ജേണി ഫ്രീ വേർഷൻ ഇല്ല, പെയ്ഡ് വേർഷനേ ഉള്ളൂ. മിഡ്ജേണി എത്ര രൂപ കൊടുക്കണോ? നോക്കിയിട്ടില്ല അത്. ആണല്ലേ? മിഡ്ജേണി ഫ്രീ ഇല്ല. ബാക്കി നമുക്ക് ട്രയലെങ്കിലും കിട്ടും. അതറിയില്ല. ഞാന് ജോ സാറ് മിഡ്ജേണിയിലാണ് ആർട്ട് വർക്കും ചെയ്യുന്നത്. അഡ്മിൻ ജോ. ഇത് ഈ ഗ്രൂപ്പാണ്. വിനോദ് സാർ ഉണ്ട് തോന്നുന്നു ഇതിനകത്ത്. അത് തന്നെ ജോ ആണ് ഇട്ടിരിക്കുന്നത്. ഞാനാണ് സാറിന് ലിങ്ക് തന്നത്. ഇത് നോക്കിട്ടോ ഞാൻ കാണിച്ചുതരാം. പോലും ഈ ഒരു ഇമേജിനെ ഇതാക്കിയ അതെ പഴയ ഇമേജിന് അത് അപ്സ്കെയിൽ ചെയ്തു ഒരു വീഡിയോ ആക്കി. നമ്മുടെ പഴയ ഒരു കല്യാണ ഫോട്ടോ കൊടുത്ത ഒരു വീഡിയോ ആക്കി തരില്ലേ? തീർച്ചയായും. രക്ഷയില്ലാത്ത സാധനം നോക്കണോ? ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചു ഇന്നലെ. എന്താ എങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ട്.
അതായത് വിനോ ഓപ്പൺ ഇതാ മറ്റ് ഗാന്ധിജി ഗാന്ധിജി വർത്താനം പറയുന്നത്. ഗാന്ധിജിയുടെ ഗാന്ധിജി വർത്താനം പറയും. ഇതൊക്കെ ജോസാന്റെ ഫേവറേറ്റ് ആണ്. പുള്ളി എക്സിബിഷനൊക്കെ നടത്തുന്ന ആളാ. ജോയ് മുള്ളു ഇനി അത് വേറെ സോറയുടെ ഇതിനകത്തുണ്ട്. സോറയുടെ ടീമിലുണ്ട്. സോറ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ആയിട്ട് ഒരു ഇത് വരുന്നുണ്ടല്ലോ. ഇത് വിനോദ് സർ, ഇത് നമ്മളെ ഷെയ്ക്ക് ആ ഈ സാധനത്തിന് ചെയ്ത് നോക്കണേ. അതെ. ഇതുണ്ടോ എമ്മാരി പെർഫെക്ഷൻ. ഇനി ഇതിന്റെ വീഡിയോ ആക്കി വെക്കും. ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇത് ഏത് ലോകത്തേക്ക് ഈ AI നമ്മൾ കൊണ്ടുപോകണെന്നുള്ളത്. അതെ അതെ. ഇതെല്ലാം കൂടി ഓർത്തിരിക്കാൻ പറ്റൂല. ഏതെങ്കിലും സെലക്ടഡ് വിനോദ് മാത്രം സർ നോക്കാം. പറഞ്ഞതാണ് ഇതിന്റെ കറക്റ്റ്. നമ്മളിതിന് ഓടി എത്തുന്നില്ലെന്നേ. അതെ. ഒരു ഒരാൾക്ക് രക്ഷയില്ലാത്ത നോക്കണം പോക്കാണ്. അപ്പൊ ഇന്നലെ ഈ ഗ്രൂപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. മിഡ് ജേണി കറക്റ്റ് അല്ലേ സാറോ? അവിജനി വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള നല്ല പിക്ചർ. പേയ്മെന്റ്. മിഡ് ജേണിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ക്ലബ് സാറേ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. ഇല്ല, അദ്ദേഹം വിജയിലാണ് കളിക്കുന്നത്. ജോസ്. അതെ, പുള്ളി അതാരാ ആള്? ഇന്റർനാഷണൽ എക്സിബിഷൻ ഒക്കെ നടത്തുന്ന ആളാ. ഇത് ഡിസ്കോഡ് എന്ന് പറഞ്ഞതിലേക്ക് പോവുക. ഒരു കമ്മ്യൂണിറ്റിയാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. ഡിസ്കോഡ്. വാട്സപ്പ് പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി. നല്ല കമ്മ്യൂണിറ്റിയാണോ ഡിസ്കോഡ്? അതെ അതെ, ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലേക്കാണ് പോവുക. ഇതിന് എന്ത് പ്രൈസ് വരും അറിയില്ല അല്ലേ? അതിൽ ഫ്രീയുടെ ഒന്നും കിട്ടത്തില്ല. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ $10 ബേസിക് പ്ലാൻ. $10 മുതൽ $120 വരെയാണ്. ആനുവൽ സബ്സ്ക്രിപ്ഷൻ $1152 96. അത് മന്ത്ലി എടുത്ത 10, ഇയർലി എടുത്ത $8 പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ചെയ്യണമെങ്കിലേ. എനിക്ക് എന്തായാലും ഒരു മാസം വാങ്ങിയിട്ട് അത് ചെയ്ത് നോക്കിയാലോ എന്ന് കൊള്ളാന്നുണ്ട്. ഒരു മാസത്തേക്ക് വാങ്ങിട്ടേ ഇത് ചെയ്ത് നോക്കിയാൽ കൊള്ളാന്നുണ്ട്. നന്നായിരിക്കും. നല്ല രീതിയിലുള്ള സ്റ്റണ്ണിങ് പിക്ചേഴ്സ്. ആ കമ്മ്യൂണിറ്റി ആരുടെ കമ്മ്യൂണിറ്റിയാ? അതിനകത്ത് നല്ല അടിപൊളി സാധനം വരും. ഞാനിപ്പോ നേരത്തെ കാണിച്ചില്ല ഒരു കമ്മ്യൂണിറ്റി. അത് ഞാൻ നോക്കിട്ട് പറയുന്നു. അതാ നിങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ. കേട്ടില്ല. നിങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടല്ലോ, സജീവമായിട്ട് ചർച്ചയിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഒരു മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളാണ് ജോ മുള്ളൂര്. മലയാളികളല്ലേ? എല്ലാം ഒന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അതെ, നമ്മള്
ഏഹ് നമ്മളൊരു അക്കാദമിക് ഇൻട്രസ്റ്റ് കൊണ്ട് കയറിയതാണ്. പക്ഷെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്നു. പക്ഷെ സമയം കിട്ടുന്നില്ലേ? ആ അല്ല സാറിന് പിന്നെ ലിങ്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സാർ അതുവഴിയില്ലേ കയറിയേ? അതുവഴി ആയിരിക്കും. ഞാൻ ഇങ്ങനത്തെ കാണുന്നതെല്ലാം കേറും. കാരണം പഠിക്കാൻ ആഗ്രഹം, സമയം ഓടി എത്തുന്നില്ല വണ്ടി. ഇപ്പം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പക്ഷെ ഇൻഫർമേഷൻ ഹെവി ട്രാഫിക് അല്ലേ, നല്ല ഇതിലെ വരുന്നു. ഇങ്ങനെ പറയാം, ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ് സത്യത്തില്. ഇന്നലെ നല്ല തിരക്കായത് കാരണം അതിലേക്കൊന്ന് കംപ്ലീറ്റ് കയറാൻ കഴിഞ്ഞില്ല. മിനിയാന്ന് എന്തോ സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ആരോ വീഡിയോ കോൾ ഒക്കെ ചെയ്ത്, അല്ല, കോൾ ചെയ്ത് കുറെ നേരം ലേറ്റ് ആയി പോയി. അതെ അതെ അത് ആ സെഷൻ നടന്നില്ലല്ലോ. ഒരു വീക്കിലി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ നല്ല പ്ലാൻ ആട്ടോ. അവർ നോക്കണ്ടെങ്കിൽ നിങ്ങള് നല്ല കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് നല്ല ഒരുപാട് ഫ്രീ സാധനങ്ങൾ ഇട്ടെടുത്തിട്ട് അവരത് പെയ്ഡിലേക്ക് വലിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അത് നല്ല ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ചെന്നിരുന്ന് പഠിച്ചെടുക്കാം. അത് പെയ്ഡ് ക്ലാസ് ആണെങ്കിൽ വിനോദ് സാർ അതിലൊന്ന് കയറി നോക്കണ്ടേ. അത് മോശം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നല്ല ട്രെയിനേഴ്സാ. മറ്റൊരു സൈറ്റിലൂടെ നോക്കാം. ഇതും അമേസിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ് design.ai. $8 ടൂൾസ് ഉണ്ടോ? ഫോട്ടോ ഫിൽറ്റർ, 2D ടു 3D, അങ്ങനെ പോയി അവതാർ, ഫേസ് സ്വാപ്പ്. മഞ്ഞ കാണിക്കുന്നത് പെയ്ഡ് വേർഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കോമിക്ക്, ഫോട്ടോ എക്സ്പാൻഡ്, AI ലോഗോ, നമ്മൾ ഇമേജ് കൊടുത്താൽ ലോഗോ എഴുതിയിരിക്കും. ഇന്നലെ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ ഇന്നത് എന്താണ് അത് ഇന്നലെ ഞാൻ മാറ്റി ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ സിൻഡോയുടെ ഇതിന്റെ സാധനം.
ഇന്ത്യയെ കാണാനില്ലല്ലോ, തിരക്കിലാവും അല്ലേ? ഇന്ന് വന്നിട്ടില്ല, ഇന്നലെ ഇല്ല. ഹോം പേജ് കഴിഞ്ഞില്ല. ഞാൻ അതിനകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, AI ചേഞ്ച് ക്ലോസ്. അതിനോട് ഒരു പിക്ചർ കൊടുത്തിട്ട് അതിന്റെ, പക്ഷെ ഞാൻ ഇന്നലെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഡ്രസ്സിന്റെ കളറും മറ്റുള്ളതൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. design.ai ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മറ്റേ ഞാൻ നോക്കിയിട്ട് പറയാം സാർ. മറ്റേ ഞാൻ നോക്കിയിട്ടേ നാളെ അപ്ഡേറ്റ് ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇമേജ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ടൂള് മിഡ് ജേർണി ആണ് അല്ലേ? എന്നാണ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൂള് മിഡ് ജേർണി ആണെന്ന് പറയാം അല്ലേ? ഒറ്റ സൗണ്ടില് ഇവിടെ മഴയുണ്ട്, നല്ല മഴയാണ്. ആ അല്ലെ, നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൂള് മിഡ് ജേർണി അല്ലേ? ഇമേജുകൾ ഉണ്ടാക്കാൻ വീഡിയോ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ടൂൾ ഏതാ? ഈ ഷീറ്റിന്റെ മേലെ മഴ വീണിട്ട് സൗണ്ട് ക്ലിയർ ആവുന്നു. ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ? ഓ വീഡിയോ ഇമേജിന്ന് വീഡിയോ ഉണ്ടാക്കാൻ, ഇമേജിന്ന് വീഡിയോ ഉണ്ടാക്കാനാ? നമുക്ക് വീഡിയോ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ടൂൾ ഏതാ എഐയുടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? ഇമേജിങ് ആണെങ്കിലും നമുക്ക് ടൂൾസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് നാളെ അപ്ഡേറ്റ് ചെയ്യാം. മിഡ് ജേർണി ആണോ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന സാധനം വീഡിയോയില്? പിക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് ഞാൻ നേരത്തെ കാണിച്ച സാധനം ഏതിനകത്തുള്ളതാ? സാറേ നേരത്തെ ആ താജ്മഹലൊക്കെ കാണിച്ചില്ലായിരുന്നോ? ഇന്നലത്തെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം ഏതൊക്കെയാണ് ടൂൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിൽ വന്നതാണെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് നല്ല പക്ക ക്ലാരിറ്റിയുള്ള വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ഒന്ന് റെഫർ ചെയ്ത് തരി. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമുക്ക് ഇല്ലാത്ത ഒരു സംഭവത്തിനുണ്ട്. നന്നായിട്ട് നമ്മുടെ ഷിജിന മാമിന് കഴിവുണ്ട്. ഞാനൊരു പ്രൊജക്ട് കൊടുത്ത കാരണം പിന്നെ ഇതിനകത്ത് കയറിയിട്ടില്ല.